ഹായ് എവരിവൺ, ഞാൻ മാളവിക. ഇപ്പോൾ റിസർച്ച് സ്കോളറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എൻ്റെ വേൾഡിലേക്കല്ല. എൻ്റെ വീഡിയോസ് കാണുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഈ അടുത്തെടുത്തൊരു വീഡിയോ അല്ല. ഇതെടുത്തിട്ട് കുറച്ച് കാലമായി, പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനൊരു കാരണമുണ്ട്. അത് വഴി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രീം ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് അറ്റ് മൈ ലോവസ്റ്റ് പോയിന്റ്. അത് അതിനൊക്കെ കാരണം നമുക്ക് ആദ്യം തന്നെ മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേക്കൊന്ന് പോവാം. കുഞ്ഞു തൊട്ടേ ഞാനൊരു ഡ്രീമറാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടാണ് ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള എൻ്റെ സ്വപ്നമായിരുന്നു ഒരു ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ളത്. എല്ലാം ഡ്രീം ചെയ്യാൻ പഠിപ്പിച്ചു തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃത്യമായിട്ട് ഡ്രീം എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അവരുടെ മിസ്റ്റേക്ക് അല്ല, ഞാൻ ഉള്ളിലേക്ക് എടുത്തതിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ കുഞ്ഞിലെ ഈ ഡിസൈനർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടന്നിരുന്നുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പം എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു എന്താ പറയുക, പഠിക്കുന്നതിലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലറിലും എല്ലാത്തിലും ചാടിക്കറി പോകുന്നൊരു പാർട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞൊരു പഠിപ്പായിരുന്നു എന്ന് പറയാം. എന്നാൽ എൻ്റെ ഡെഡിക്കേഷൻ മൊത്തം ഈ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് പോകണമെന്നായിരുന്നു. അത് മാത്രമല്ല, ഞാൻ അതിനെപ്പറ്റി ഭയങ്കര വോക്കലായിരുന്നു. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഞാൻ ഇതിനാ ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം. അതുകൊണ്ട് എന്താ ഉണ്ടായി, എനിക്ക് എന്താ പറയുക, പൊങ്ങച്ചക്കാരി എന്നുള്ള പേരും കൂടി വന്നു. അതും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ പഴയ മറ്റേ നമ്മളുടെ ഓട്ടോഗ്രാഫ് ബുക്കിൽ ഒക്കെ നോക്കിയാൽ കാണാം, ആൾക്കാരൊക്കെ അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വോക്കലായിട്ട് ഡിസൈനർ ആവണം എന്ന് മാത്രം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടി ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. കമ്പ്യൂട്ടർ സയൻസും മാത്സും വേണമെന്ന് പറഞ്ഞു തോന്നുന്നു. അങ്ങനെ ഞാൻ ഒരു പലയിടത്തു നിന്നും കേട്ട ഉപദേശം വെച്ച് ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയി പാഷനേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ദിവസം ഞാൻ കേൾക്കുകയാണ്, എൻ്റെ അമ്മ എൻ്റെ അച്ഛനോട് എന്തോ ഡിസ്കസ് ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അത് ഞാൻ എന്നെ കൊണ്ട് എങ്ങനെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അത് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനോട് നോ പറയാൻ പറ്റില്ല. അപ്പം അമ്മയുടെ ഐഡിയ അതായിരുന്നു, അച്ഛൻ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നോട്. അപ്പം എനിക്ക് നോ പറയാൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ കേട്ടു. ഞാൻ ടെറസിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു, അപ്പോഴേ ഞാനിത് കേട്ടെ. ഇത് ഞാൻ കേട്ട കാര്യം അമ്മ പറഞ്ഞു. അതായത് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല, ഞാൻ കേട്ടു. പക്ഷെ അത് എന്താ പറയുക, അത് ഞാൻ ആകെ തകർന്നുപോയി. അതും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാശി കയറി. അപ്പോൾ വാശി കയറി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ പിന്നെ ഭാവിയിലൊരു ഫ്യൂച്ചർ ലൈക്ക് ഫാഷൻ ഡിസൈനർ ആയിട്ട് വരില്ലേ. അല്ല, എൻ്റെ വാശി അങ്ങനത്തെ വാശിയല്ല. എൻ്റെ വാശി ഒരു മോശം വാശിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ റോൾ മോഡൽ സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ ഒരു ക്യാരക്ടർ ഇല്ലേ, ഉള്ളിയുടെ ഒരു വാശി. അതായത് ഇപ്പൊ നമ്മളോട് ഒരാള്, ഇപ്പൊ നമ്മുടെ പാരന്റ്സ് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു നോക്കിയാ, നമ്മുടെ ഡ്രീം മാറ്റിയിട്ട് വേറെ ചെയ്യാൻ പറഞ്ഞു നോക്കിയാൽ അവര് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് അത് ഓവറായിട്ട് ചെയ്തിട്ട് അവരെ വിഷമിപ്പിക്കണ പരിപാടി ഇല്ലേ, ഞാൻ ആ ടൈപ്പാ. അപ്പോ എൻ്റെ അമ്മയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എന്താ പറയാ സയൻസ് മേഖലയിലേക്ക് വിടണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ടല്ല, അമ്മയ്ക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഡിസൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്ത് തേങ്ങ കാണിക്കുന്ന അറിയാത്തതുകൊണ്ട് ഒരു പേടിയോണ്ട് അമ്മ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ ഞാനത് അങ്ങെടുത്തിട്ട് ഞാൻ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ മൊത്തം വേണ്ടാന്ന് വെച്ച് ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. വെറും പഠിത്തം മാത്രം. എൻ്റെ അമ്മ എത്ര ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയോ. ഇത് പിന്നെ പാസ്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാരണമാണല്ലോ ഉള്ളത് വേണ്ടാന്ന് വെച്ചെന്നുള്ള രീതിയിൽ അമ്മ കുറേ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ അമ്മേനെ അത്ര വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ +1 +2 കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ട്, അതായത് വാശിപ്പുറത്ത് നിന്ന് പഠിച്ച കാരണം എനിക്ക് ടെൻഷൻ കയറി ആകെ സീനായി. ഞാൻ വിചാരിച്ചത്ര മാർക്ക് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാവണം എനിക്ക് സയൻസ് വേണ്ടാന്ന് വെക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് വീണ്ടും അമ്മയോട് വാശിപ്പുറത്ത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റായി ഇംഗ്ലീഷ് ഞാൻ പോയെടുത്തു. അത് വാശിപ്പുറത്ത് എത്തോണ്ട് എന്താണ്, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഇംഗ്ലീഷ് എന്നൊരു കോഴ്സായിരുന്നു. കോളേജ് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പുറത്തു പോകാൻ നോക്കി, അത് നടന്നില്ല. അങ്ങനെ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജേർണലിസം പഠിപ്പിക്കുന്ന ടീച്ചർ. പുള്ളിക്കാരി പറഞ്ഞു ഇവിടെ പൂനെയിൽ സിംബിയോസിസ് എന്ന് പറഞ്ഞ കോളേജിൻ്റെ അവിടെ ജേർണലിസത്തിന് ചേരാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് അതിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ഓപ്ഷൻ വന്നത്, ജേണോ ഓർ AV എന്ന് പറഞ്ഞിട്ട്. ഈ AV എന്ന് പറയുന്നത് എന്താന്നും കൂടി എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാനത് കൊടുത്തോണ്ട് ചോദിച്ചു. അമ്മയാണെങ്കിൽ നോ പറഞ്ഞിട്ടാണ് ഇത്രയും വരെ എത്തിച്ചത്. അത് ഞാൻ അമ്മ എന്നോട് നോ പറഞ്ഞ് നിർത്തിയായിരുന്നു. അമ്മ എന്നോട് ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ AV എന്നൊരു സബ്ജക്റ്റിന് കൊടുത്തു. അതെന്താന്ന് കൂടി എനിക്ക് അറിഞ്ഞുകൂടാ.
കോളേജ് ചെന്നപ്പോഴാണ് അവിടുത്തെ സാറ് നിങ്ങൾ ഭാവിയിൽ ഒരു ഫിലിം മേക്കർ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ സിലബസിന് എടുത്ത് നോക്കണം. സിലബസ് എടുത്ത് നോക്കുമ്പോൾ എന്താ, എഡിറ്റിങ്, ഡയറക്ഷൻ, സൗണ്ട് ഡിസൈൻ, സിനിമാറ്റോഗ്രഫി. എടാ എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്തിലാണ് വന്ന് പെട്ടേക്കണേന്നുള്ളത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ പോയി ചെന്ന് പെട്ടു. എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മേ അച്ഛ ഇത് എന്താ ഞാൻ എടുത്തതെന്ന് അറിയുമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് അവരും അറിയണത്. ഒരു എന്തായാലും കാശ് അടച്ചതല്ലേ, ഇനി അവിടെ നിന്ന് പഠിക്കുക, ഇനി 2 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നോട്. അങ്ങനെ ഞാൻ ഒട്ടും പ്ലാനിലുണ്ടായിരുന്നില്ലാത്ത സിനിമ പഠിക്കാൻ, സിനിമ എന്ന് പറയാൻ പറ്റില്ല, സിനിമ ആൻഡ് ടെലിവിഷനാണ്. ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, സിംബയോസിസിലാണ് ഓഡിയോ വിഷ്വൽ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് ഇഷ്ടമായി. ഞാൻ സത്യം പറയാലോ, എനിക്ക് എൻ്റെ ഭാഗ്യത്തിനാണ് ഞാൻ ആ ഡിസൈനിങ് വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടം വരെ എത്തിയത്. അമ്മയോട് അതിനെ നന്ദി പറയണം എനിക്ക്. കാരണം എനിക്ക് ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഏഴായിരത്തൂടെ പോയില്ല. കളർ സെൻസ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഏഴായിരത്തൂടെ പോയിട്ടില്ല. ഞാൻ ഡിസൈനർ എങ്ങനെയായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് വയറ് എത്തണം. പക്ഷെ അതിന് പകരം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേൾഡിലേക്ക് വന്നു, സിനിമയും ടെലിവിഷനും. അങ്ങനെ പക്ഷെ അവിടെ എന്താ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ചൂസ് ചെയ്യാത്ത സബ്ജക്റ്റ് ആയിരുന്നു ഓഡിയോ, സൗണ്ട്. ഇത് സിനിമാറ്റോഗ്രാഫി സൂപ്പറായിട്ട് ചെയ്യണവരുണ്ട്, ഡയറക്ഷൻ സൂപ്പറായിട്ട് ചെയ്യണവരുണ്ട്, റൈറ്റിംഗ് സൂപ്പറായിട്ട് ചെയ്യണവരുണ്ട്, എല്ലാത്തിനും അവിടെ ആൾക്കാരുണ്ട്. സൗണ്ട് ചെയ്യാൻ ആൾക്കാരില്ല. എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറവാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്ത് എന്തായി, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് വരുമല്ലോ. അങ്ങനെ സൗണ്ടിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അവിടെ ഓരോന്ന് ചെയ്യാൻ പറ്റി. പക്ഷെ അത് കഴിയുമ്പോൾ എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഇല്ല. ഈ കോൺഫിഡൻസ് കുറവ് കാരണം ഒബ്വിയസ്ലി എനിക്ക് ജോലി കിട്ടില്ല. കാരണം ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കോൺഫിഡൻസ് മെയിനായിട്ട് വേണം. എനിക്ക് ലൈക്ക് സപ്പോസ് നമുക്ക് ആ കാര്യത്തിനെ പറ്റി അറിയില്ലെങ്കിലും അതിനെപ്പറ്റി ഇരുന്ന് സംസാരിച്ച് അത് നമുക്ക് പിന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചിന്തിക്കാനുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ ഡെസ്പായി പോയി. കാരണം എനിക്ക് പിന്നെ പാഷനേറ്റ് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു വട്ടം പാഷൻ തകർന്നു പോയി ഞാൻ ആകെ പോയതാണല്ലോ. അതായത് ഒരുമാതിരി ബ്രേക്കപ്പ് പോലെയാണ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ട് അത് പെട്ടെന്ന് കിട്ടില്ല എന്നുള്ള അവസ്ഥയാകുമ്പോൾ നമ്മൾ പിന്നെ വീണ്ടും അതിലേക്ക് കടക്കാൻ പേടിയാവും. അപ്പോൾ എനിക്ക് ഇപ്പോഴും പാഷനേറ്റ് ആയിട്ടൊരു കാര്യം വീണ്ടും ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം 6ാം ക്ലാസ് തൊട്ട് ഒരു 11ാം ക്ലാസ് വരെയുള്ള ഇതാണല്ലോ എനിക്ക് തകർന്നു പോയത്. ആ ഒരു പേടിയുള്ള കാരണം ഞാൻ എന്ത് ചെയ്തു, ഒന്നിലേക്കും കിടക്കാണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ കോൺഫിഡൻസ് കുറച്ച് കൂട്ടിയെടുക്കാണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് ടീച്ചിങ് ജോബാണ്, നീ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കോളേജിൽ ഞാൻ മീഡിയ പഠിപ്പിക്കാൻ പോയി. ഇത് അവർ പറഞ്ഞാൽ കറക്റ്റാട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്ന് കുട്ടികളുമായിട്ട് ഡീൽ ചെയ്ത്, എനിക്കെൻ്റെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അവരൊക്കെ ആയിട്ട് ഡീൽ ചെയ്ത് അവരോട് സംസാരിച്ചൊക്കെ വന്നപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസും എൻ്റെ പേഴ്സണാലിറ്റിയെ മാറി. ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയി ആക്ച്വലി. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. കാരണം ഐ ക്യാൻ ഡു ദിസ്, ഓക്കെ. ആ ഒരു മാറ്റം എന്നിൽ വന്നു. പക്ഷേ അവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റി ലൈഫിൽ, പൂനെയിലെ സിറ്റി ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു നാട്ടിൻപുറത്തേക്ക് വന്നു. അത് ഞാൻ വിചാരിച്ച പോലത്തെ ഉള്ള വേൾഡിലേക്ക് പോകാൻ പറ്റില്ല, സിനിമ വേൾഡിലേക്ക് പോകാൻ പറ്റില്ല പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ലോ ആയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്താ എൻ്റെ ലൈഫ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാനില്ല. നമുക്കൊക്കെ ഒരു മൊമെൻറ്റ് വരില്ലേ, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തിലേക്കാണ്. അതും എൻ്റെ പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, പെൺകുട്ടിയാണ്. ഇപ്പോൾ അധികം വൈകാണ്ട് തന്നെ തുടങ്ങും എൻ്റെ വീട്ടുകാർ, ഇത് അച്ഛനമ്മയല്ല, ഒബ്വിയസ്ലി റിലേറ്റീവ്സ് തുടങ്ങും കല്യാണം തേങ്ങാൻ വാങ്ങുക എന്നുള്ള രീതിയിൽ. എനിക്കറിയായിരുന്നു. എനിക്കപ്പോൾ വയറ് കത്താൻ തുടങ്ങി. കാരണം ഞാൻ അതിന് മുന്നേ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം, ഒറ്റയ്ക്ക് ജീവിക്കണം, കല്യാണത്തിന് മുന്നേ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതൊന്നും നടന്നിട്ടില്ല. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയി ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. ആ സമയത്താണ് ഒരു വാശിപ്പുറത്ത് ഞാൻ ഇരുന്നിട്ട് ഈ ഡ്രീം ബോർഡ്, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തത്, ഞാൻ ഡ്രീം ബോർഡ് ഇരുന്ന് ഉണ്ടാക്കി. ആ ഡ്രീം ബോർഡ് ഞാൻ ഇരുന്ന് ഉണ്ടാക്കി ഞാൻ മോട്ടിവേറ്റ്, എന്തെങ്കിലും എനിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, എവിടെയെങ്കിലും അപ്പുറത്ത് പോകണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, നീ എന്തായാലും ചെയ്തില്ലേ, നീ PhD കൂടെ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എന്താ, സിനിമാ മേഖലയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും കാശ് വേണം, എന്നാലേ പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എന്നെ കൂടി ഡീൽ ചെയ്യാവുന്ന കാര്യമാണ്, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം എന്നാൽ PhD കൂടെ എടുത്തിട്ട് ടീച്ചിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ എന്താ പറയുക, അല്ലെങ്കിൽ ഫിലിം ക്രിറ്റിക്കായിട്ട് പോകാൻ പറ്റും. ലൈക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എൻ്റെ അമ്മ ടീച്ചറായ കാരണം, അതും അസിസ്റ്റന്റ് പ്രൊഫസർ ആയ കാരണം അമ്മയുടെ ലൈഫ് എങ്ങനെയാണുള്ളത് എനിക്കറിയാം.
അപ്പം അത് കാരണം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ PhDക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ വലിയൊരു VITയിൽ എനിക്ക് PhDക്ക് കിട്ടി. PhD കിട്ടിയപ്പോഴാണ് രസം, ഇവിടെ ഞാൻ ഒറ്റയ്ക്കൊരു മുറി എടുത്തിട്ട് ഇപ്പം താമസിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കുഞ്ഞൊരു മുറി, അത് നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാവുന്നതാണ്. അവിടെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കുന്നു. PhD എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആണ്, പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ അത്രയും കാലം ഞാൻ ഡ്രീം ചെയ്തിരുന്ന എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ഞാൻ അച്ചീവ് ചെയ്തു. സോ എൻ്റെ എൻ്റെ എന്താ പറയുക, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു കാര്യം ഞാൻ ടിക്ക് ചെയ്തേക്കാണ്. ഇപ്പം ഞാൻ സ്ലോലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഐ എം ലേണിംഗ് ഹൗ ടു മാനേജ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഫീൽസ് ഗുഡ്. അത് കാരണം PhD എന്ന് പറയുന്നതിൻ്റെ സ്ട്രെസ് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഐ ആം അച്ചീവിങ് മൈ ഗോൾസ്. അപ്പോൾ PhDയുടെ വർക്ക് ലോഡ് വരുന്നതിന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. എപ്പോഴെങ്കിലും എൻ്റെ വർക്ക് ലോഡ് മൊത്തം ചെയ്ത് ഞാൻ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ടൈമിൻ്റെ ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ഡിസൈൻ പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ എൻ്റെ റൈറ്റിംഗ് സ്കിൽസ്, എനിക്ക് കഥ എഴുതാനും സ്ക്രിപ്റ്റ് എഴുതാനും ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യും. പിന്നെ എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമാണ്, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യും. സിനിമ കാണും, ഡോക്യുമെൻ്ററീസ് കാണും. അങ്ങനെ ഞാൻ എൻ്റെ സ്കിൽസും ഞാൻ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം ഡൂയിങ് മൈ PhD ആൻഡ് ഓൾസോ ഐ എം പോളിഷിങ് മൈ സ്കിൽസ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PhD കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ഐ നോ ദാറ്റ് ഐ വിൽ ബി ഹാവിങ് കേപ്പബിലിറ്റി ടു ഡു ദ ഫിലിം തിങ്സ് ഓൾസോ. സോ ഐ ആം പ്രിപ്പയറിങ് ഫോർ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്ന പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. വട്ട്, ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഐ നോ ഞാൻ എൻ്റെ ഡ്രീംസിലേക്ക് പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ചിന്തയും, ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. സോ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ചാനലിലൂടെ ലോകത്തിന് കാണിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. ഇതാണ് എന്നിലേക്കുള്ള സ്നേക് പീക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഈസ് മൈ ഡ്രീം ബോർഡ്. ഞാൻ എൻ്റെ എല്ലാ വക ഡ്രീംസും ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ.